ഈ ആ മലയുടെ മുകളിലേക്ക് അത്യാവശ്യം ചെരുവുണ്ട്. ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അത്യാവശ്യം ചെരുവുണ്ട്. ചെരുവിലൊക്കെ ഇറങ്ങി തെരച്ചിൽ നടത്തി. പിറ്റേ ദിവസം പിന്നെ അതായത് ഇന്നലെയല്ല മിനിഞ്ഞാന്ന് രാവിലെ ഒരു പോലീസുകാരെ മാക്കിയപ്പോൾ ഞങ്ങളുടെ ടീം മൊത്തം ആ ഭാഗത്ത് ഇറങ്ങി പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ദുരൂഹതയുണ്ട്. പിന്നെ ബോഡിക്ക് പഴക്കമൊന്നുമില്ലെന്ന് പറയുന്നു. ഞാൻ അതിന് മുന്നേ കയറിപ്പോയി. ഇല്ല, അപ്പൊ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. കർണാടക ചിക്കമംഗളൂർ വെച്ച് മലയാളി പെൺകുട്ടിയായിട്ടുള്ള ശ്രീനന്ദയുടെ ബോഡി കുറച്ചു മുന്നേ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. വെറും 14 വയസ്സ് പ്രായം മാത്രമേ ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു വാർത്ത ഞാൻ രാവിലെ തൊട്ടേ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയ കുറച്ച് ഡൗട്ടുണ്ട്. ഇത് എനിക്ക് മാത്രമല്ല, ഇത് കണ്ട ഒട്ടുമിക്ക പേർക്കും തീർച്ചയായിട്ടും ഈ ഒരു സംശയങ്ങൾ കാണും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന വാട്ടർഫോൾസിൻ്റെ സൈഡിൽ കൂടെ അവിടെ കൈവരികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആ കൈവരി പിടിച്ചുകൊണ്ടാണ് പല ആൾക്കാരും പല വിനോദസഞ്ചാരികളും മുകളിലോട്ട് കയറുന്നത്. അതായത് ആ ഒരു ഫെൻസിൻ്റെ മണ്ടയിൽ കൂടെ ചാടിയിട്ട് ഒരു കാരണവശാലും ഈ പറയുന്ന എടുത്തോട്ട് മനഃപൂർവ്വം ഈ ഒരു പെൺകുട്ടി പോകത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടി സ്വന്തമായിട്ട് മേ ബി ഇനി ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ച് വേണം പോകാനായിട്ട്. പക്ഷേ അതെനിക്ക് തോന്നുന്നില്ല. കാര്യം വളരെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ കൂടി കുടുംബമായിട്ടിരുന്നൊരു പെൺകുട്ടിയാണ്. പോരാത്തതിന് ഈ ഒരു പെൺകുട്ടി മരിക്കുന്നതിന് തൊട്ട് മുന്നേ, അതായത് 6 മിനിറ്റ് മുന്നേ വരെ ഇവരുടെ ഫാമിലി എല്ലാവരുമായിട്ട് ഒരു സെൽഫി എടുത്തിട്ടും ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടി 1500 അടി താഴത്തേക്ക് പോകുന്നത്? തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. കാര്യം അവിടെ നിൽക്കുന്ന സകലമാന പേരെയും ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാലേ കൂടുതലായിട്ട് ഈ ഒരു വിഷയത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. അത് മാത്രമല്ല, ഇപ്പം എന്താണ്ട് ആ ഒരു പെൺകുട്ടിയുടെ വല്യച്ഛനൊക്കെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ബോഡി കിട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാരണവശാലും ഈ പറയുന്ന ശ്രീനന്ദ അവിടെ പോയിട്ടില്ല എന്നാണ് അവരെല്ലാവരും പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് മാത്രമല്ല, ആ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ മൊബൈൽ ഫോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. മൊബൈൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് പറയാമായിരുന്നു സെൽഫി എടുക്കാൻ വേണ്ടി മേ ബി ഒന്ന് ഇറങ്ങിയതായിരിക്കുമെന്ന്. എന്തായാലും നമുക്ക് വാർത്തയൊന്ന് കേൾക്കാം. ശ്രീനന്ദ ചൊവ്വാഴ്ച കാണാതായ 15 വയസ്സുകാരി ശ്രീനന്ദയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. 1500 അടി താഴ്ചയിൽ നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. വളരെ സങ്കടകരമായ കാഴ്ചയാണ്. ശ്രീനന്ദയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു കഴിഞ്ഞ 4 ദിവസവും. ഇപ്പോൾ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. അത് തീർച്ചയായും വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. എല്ലാ കാത്തിരിപ്പും അവസാനിച്ചിരിക്കുകയാണ്. കാത്തിരിപ്പുകളെല്ലാം വിഫലമായിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. ശ്രീനന്ദയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ വിപുലമായ തെരച്ചിൽ നടത്തിയിരുന്നു. പോലീസും ഫയർഫോഴ്സും SDRFും ഉൾപ്പെടുന്ന സംഘം നമ്മൾ രാവിലെ സൂചിപ്പിച്ച പോലെ തന്നെ താഴെ നിന്ന് ഏറ്റവും അടിത്തട്ടിൽ നിന്ന് മേലേക്കാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. ഈ തെരച്ചിലിനിടയിലാണ് ശ്രീനന്ദയുടെ മൃതദേഹം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏകദേശം 10-40 പേരോളമാണ് ഇവർ ഈ ഒരു ടൂറിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു അതിൻ്റെ ഇടയിൽ ഈ ഒരു പെൺകുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് സത്യം പറഞ്ഞാൽ എന്നെ തന്നെ വണ്ടർ അടിപ്പിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് ഈ പറയുന്ന 10-40 പേരുടെ കണ്ണ് വെട്ടിച്ച് ഈ ഒരു പെൺകുട്ടി എങ്ങനെ അവിടെ നിന്ന് മിസ്സായി? അതാണ് ഇവിടുത്തെ മെയിൻ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള യാത്രകളൊക്കെ പോകുന്ന സമയത്ത് പേരൻസ് ആണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന പെൺകുട്ടികളെ. അത് അവരെ തോന്നിയ വഴിക്ക് അവരുടെ രീതിയിൽ അവരെ അഴിച്ചു വിടാനായിട്ട് നിൽക്കരുത്. പരിചയമില്ലാത്ത സ്ഥലങ്ങളാണ്, പിള്ളേരാണ്, അവർക്ക് മേ ബി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഐഡിയ കാണത്തില്ല, പ്രത്യേകിച്ച് അവിടെ ചുറ്റിനുള്ള ആൾക്കാരെ പറ്റി പോലും. അതിനോടൊപ്പം തന്നെ ഈ ഒരു വാർത്തയ്ക്കകത്തൊരു കാര്യം പറയുന്നുണ്ട്. ഇവർ ഡോഗ് സ്ക്വാഡിനെ വെച്ച് വരെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അന്വേഷിച്ച സമയത്ത് പട്ടി വേറൊരു സ്ഥലത്ത് എന്ന് മണം പിടിച്ച് ഭയങ്കര രീതിയിൽ കുരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഫോളോ അപ്പ് ചെയ്ത് പോയപ്പോഴത്തേക്ക് വേറെ ഈ പറയുന്ന രീതിയിലുള്ള എവിഡൻസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ലെന്നും പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത്, അതായത് CCTV ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെയുള്ള ടൂറിസ്റ്റ് ഏരിയകളിൽ CCTV ആണ് പ്രധാനമായിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എത്രയോ ആൾക്കാർ മേ ബി ഇതുപോലൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഇതിനകത്ത് എത്ര കേസ് വെളിയിൽ വന്നിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴായിരിക്കും കൂടുതൽ കാര്യങ്ങൾ വെളിയിൽ വരുന്നത്. കണ്ടെത്തിയത് ഏതാണ്ട് 1500 അടി താഴ്ചയിലാണ് ഈ മൃതദേഹം ഉള്ള സ്ഥലം. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ മൃതദേഹം ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിപുലമായി തെരച്ചിൽ നടത്തിയിരുന്നു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാകാം എന്നുള്ള അഭ്യൂഹം പരത്തുന്നത്. എന്നാൽ ആ അഭ്യൂഹങ്ങളെല്ലാം ഇപ്പോൾ അവസാനിച്ചു. ഇത് ഈ പറയുന്ന ശ്രീനന്ദയുടെ മാതാപിതാക്കളാണ് പറഞ്ഞത്. അതായത് കുട്ടിയെ ഒരുപക്ഷെ തട്ടിക്കൊണ്ട് പോകാനാണ് ചാൻസ് കൂടുതലെന്ന്, അല്ലാതെ ഒരു കാരണവശാലും കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കത്തില്ല എന്ന് വീട്ടുകാർ തറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ സമയത്ത് അവിടെ ആരൊക്കെ വന്നിട്ടുണ്ട്, അവിടെ ആരൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് പോലീസുകാർക്ക് മാത്രമേ ഈ ഒരു വിഷയത്തിൽ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. കാര്യം 4 ദിവസം എടുത്തു ഈ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം തന്നെ കണ്ടെത്താനായിട്ട്. പിന്നെ ഈ ഒരു പെൺകുട്ടിയുടെ ഒപ്പം തന്നെ നിന്ന ആൾക്കാർ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇവരുടെ ഒരു കസിൻ സിസ്റ്റർ അങ്ങാണ്ടുണ്ട് ഈ ഒരു കുട്ടിക്ക്. ആ കുട്ടി തന്നെ തറപ്പിച്ച് പറയുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ നിന്നായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു, എന്നിട്ട് ജസ്റ്റ് അവളാണ് ആദ്യമേ ഓടിക്കയറി മുകളിലോട്ട് പോയതെന്നെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.
ാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് ഈ മൃതദേഹം ഇവിടെ എത്തിയത്? കുട്ടിയെ അടിതെറ്റി താഴേക്ക് വീഴാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് അല്പം മുമ്പ് കുട്ടിയുടെ ചെറിയച്ഛനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. കാരണം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകില്ല എന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. കുട്ടിയെ ആരെങ്കിലും അപായപ്പെടുത്തിയതാകാം എന്ന് തന്നെയായിരുന്നു കുടുംബം ഉറച്ചു വിശ്വസിച്ചിരുന്നത്. എന്നാൽ ആ വിശ്വാസങ്ങളെല്ലാം ഇപ്പോൾ തള്ളി മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ എന്താണ് മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. 1500 അടി താഴ്ചയിൽ മാണിക്യധാര വാട്ടർഫാളിന് സമീപം സമീപത്തു നിന്നാണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും മൃതദേഹം മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ എന്താണ് ഇപ്പോൾ പോലീസ്. ഈ പറയുന്ന മാണിക്യധാര വാട്ടർഫോൾസിൻ്റെ ഫോട്ടോസൊക്കെ ഗൂഗിളിൽ അവൈലബിൾ ആണ്. നിങ്ങൾ എടുത്ത് വെച്ച് നോക്കണം. ഇല്ലെങ്കിൽ ഞാനിവിടെ സൈഡിൽ ഒരു വീഡിയോ ഞാനിവിടെ സൈഡിലിവിടെ കാണിച്ചേക്കാം. അതായത് ഒരു റിപ്പോർട്ടറിക്കകത്ത് വന്നിട്ട് വാർത്തയാണത്. ഇത് കാണുന്ന ഏതൊരു വ്യക്തികൾക്കും മനസ്സിലാക്കാന്നല്ല ഉള്ളോ ഈ ഒരു പെൺകുട്ടി എന്തിനാണ് ഈ പറയുന്ന കൈവരിയും കടന്ന് വെളിയിൽ പോകേണ്ട ആവശ്യം? ഒരിക്കലുമില്ല. അതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണം കാണത്തില്ലേ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സകലമാന പേരെയും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക. പിന്നെ ഈ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു, കുറേ നാളായിട്ട് ഈ ഒരു പെൺകുട്ടി എങ്ങനെയായിരുന്നു വീട്ടുകാരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്, ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടും. കാര്യം ഈ വാർത്ത പറയുന്നത് പോലെ ഒരു കാരണവശാലും ഇങ്ങനെ സംഭവിക്കേണ്ടതല്ല. അത്രയും ജനങ്ങളുള്ള ഒരു സ്ഥലത്ത് എങ്ങനെ ഈ ഒരു പെൺകുട്ടിക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചു? ആരംഭിച്ചിട്ടുണ്ട്. ശ്രമകരമായ ദൗത്യമാണ് മൃതദേഹം മുകളിൽ എത്തിക്കുക എന്നുള്ളത്. അതിനുള്ള ദൗത്യം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കുട്ടിയുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ഈ കുട്ടിയെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുകയായിരുന്നു. ഒരു സംഘം മടങ്ങിയിരുന്നുവെങ്കിലും മറ്റൊരു സംഘം ഇപ്പോഴും അവിടെ തന്നെ തുടരുകയായിരുന്നു. പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറത്ത് നിന്ന് 4-ാം തീയതി യാത്ര തിരിച്ച ശ്രീനന്ദയാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥിനിയായിരുന്നു. ഈ വിദ്യാർത്ഥിയുടെ മൃതദേഹമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ചൊവ്വാഴ്ച വൈകിട്ട് 5:20 ഈ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപം വെച്ച് ഈ കുട്ടിയെ കാണാതായത്. മറ്റു കുട്ടികൾക്കൊപ്പം നിൽക്കുകയായിരുന്നു 2 കുട്ടികൾ. അതായത് ഈ കസിൻ സിസ്റ്റർ ഉൾപ്പെടെ 2 കുട്ടികൾക്കൊപ്പമായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത്. ഈ 2 കുട്ടികൾ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി 100 മീറ്റർ അപ്പുറത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോഴേക്കും കുട്ടിയെ കാണാനില്ല എന്നായിരുന്നു ഇവർ പോലീസിൽ നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നത്. ഈ കുട്ടി എവിടെ പോയി എന്ന അന്വേഷണം ആ സെക്കൻഡ് മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. പറഞ്ഞു കേട്ടല്ലോ, ഐസ്ക്രീം വാങ്ങാനായിട്ട് ഈ പറയുന്ന കസിൻ സിസ്റ്റേഴ്സ് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുന്ന സമയത്താണ് ഈ കുട്ടിയെ കാണാതായെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടി ഒരിക്കലും മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തൊരു കാര്യമൊന്നും അല്ല. അത് ഈ ഒരു വിഷയത്തിൽ പല രീതിയിൽ നമുക്ക് സംശയം കാണും. അവിടെ വന്ന ആൾക്കാരെ നമുക്ക് സംശയിക്കാൻ പറ്റും, കൂട്ടത്തിലുള്ള ആൾക്കാരെ സംശയിക്കാൻ പറ്റും, നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല. ഇന്നത്തെ കാലഘട്ടമാണ്. അത് വ്യക്തമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. ഇനി ഈ ഒരു കുട്ടിയുടെ വലിയച്ഛൻ പ്രതികരിക്കുന്നുണ്ട്. ഇപ്പൊ ബോഡി കിട്ടിയെന്ന് പറയുന്ന സ്ഥലത്ത് കുട്ടി പോയിട്ടില്ല. കാരണം മാണിക്യധാര വെള്ളച്ചാട്ടത്തിൽ നിന്ന് നേരിട്ട് അവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട്, അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിന് ശേഷം അപ്പുറത്താണ് ഈ ചരിവുള്ളത്, ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ചരിവുള്ളത്. അപ്പോൾ അവിടേക്ക് കുട്ടി പോയിട്ടില്ല. കാരണം ലാസ്റ്റ് കുട്ടി നമ്മൾ കാണാതായത് ഈ സൈഡ് വ്യൂ പോയിന്റിലാണ്. മാണിക്യധാര വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നമ്മൾ ലാസ്റ്റ് കണ്ടത്. അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വന്നത് കുട്ടി ഇപ്പുറത്തെ സൈഡിലോട്ടായിരുന്നു. ആ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ ഇടയ്ക്കുള്ള 100-150 മീറ്ററിൻ്റെ ഈ സൈഡിലാണ് ഈ കുട്ടി വന്നത്. അവിടെ നിന്ന് 10 നമ്മൾ കുട്ടിയെ കാണാതെ നമ്മൾ തിരയുമ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മ ബാക്കിയുള്ളവരെല്ലാം ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് നോക്കി നിങ്ങളുടെ കുറേ പേര് അവിടെ താഴെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ പോയിട്ടില്ല എന്നുള്ള കാര്യം ഷുവറാണ്. ശ്രീനന്ദയുടെ വല്യച്ഛനാണ് ഈ പ്രതികരിച്ചത്. ഇതിനകത്ത് ഈ പുള്ളി പറയുന്നൊരു കാര്യം ശ്രദ്ധിച്ചില്ല. ഇവർ തറപ്പിച്ച് പറയുന്നുണ്ട്. അതായത് ഇപ്പം നിലവിൽ ബോഡി കിട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഒരു പെൺകുട്ടി പോയിട്ടില്ല. ആ ഒരു പെൺകുട്ടിയുടെ സാന്നിധ്യം അവിടെ ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് അവിടുന്ന് ബോഡി കിട്ടുന്നതെന്നുള്ളൊരു ചോദ്യം അവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ചോദിക്കുന്നത് കറക്റ്റാണ്. അത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണത്. അപ്പോൾ ഇത് വെറുതെ കാല് തെറ്റി വീണമെന്നും പറഞ്ഞിട്ട് ഈ ഒരു കേസ് ക്ലോസ് ചെയ്യാതെ വ്യക്തമായിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷനാണ് ഈ ഒരു കാര്യത്തിൽ നടത്തേണ്ടത്. കാര്യം നഷ്ടം വരുമ്പോൾ ആർക്കാണ്? അവരുടെ വീട്ടുകാർക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം, അല്ലേ? വീട്ടുകാരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള യാത്രകളും കാര്യങ്ങളൊക്കെ പോകുന്ന സമയങ്ങളിൽ നല്ല രീതിയിൽ പിള്ളേരെ കെയർ ചെയ്യാതെ അവരുടെ ഇഷ്ടത്തിന് അവരെ ഒരു സാഹചര്യത്തിലും അവരെ വിടരുത്. കാര്യം പ്രത്യേകിച്ച് പരിചയമില്ലാത്ത സ്ഥലമാണ്. പക്ഷെ എന്നാലും നിങ്ങളൊന്ന് ആലോചിച്ചു, 1500 അടി താഴ്ച, അതും അത്രയും വലിയ കൈവരിയും കടന്ന് വേണം ആ ഒരു പെൺകുട്ടി കാല് തെറ്റിയിട്ട് താഴോട്ട് വീഴാനായിട്ട്. അതും ഒരു കാരണവശാലും മൊബൈൽ ഫോണോ ഒന്നും ഇല്ലാതെ ആ ഒരു പെൺകുട്ടി അവിടെ വെറുതെ ഇറങ്ങി നിൽക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. കാര്യം മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറയാം ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ എങ്ങാനും ആയിരിക്കുമെന്ന്. അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടി സ്വന്തമായിട്ട് ഇനി ഈ ഇങ്ങനെ ഡിസൈഡ് ചെയ്ത് വന്നതാണോന്നും അറിയാൻ പറ്റത്തില്ല. ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാൻ പറ്റത്തില്ല. ആത്മഹത്യയുടെയൊക്കെ കേസെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൊച്ചു പിള്ളേരാണ്. അറിയും ഇവരുടെയൊക്കെ മനസ്സിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളോ ചെറിയ വേദനകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അവർ പെട്ടെന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദുരൂഹത ഉണ്ടായിരുന്നു. അത് അന്വേഷണം വേണം. ഇപ്പോൾ കുട്ടി വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു വന്ന ആ ടിക്കറ്റ് കൗണ്ടർ വരെ എത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ടിക്കറ്റ് കൗണ്ടർ വരെ എത്തി. പിന്നെ അതിനുശേഷം പോലീസ് ഡോഗ് വന്നു.
പോലീസ് സ്റ്റോക്ക് വന്നപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയിട്ട് ഷോപ്പിൻ്റെ അടുത്ത് വരെ വന്നു, പിന്നെ തിരിച്ചു പോയി. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു സൈഡിലേക്ക് ഏകദേശം ഒരു 150 മീറ്ററിലും ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ആ സമയത്ത് കുട്ടിയുടെ രക്ഷിതാക്കളെല്ലാം ഇപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. കുട്ടിയുടെ അച്ഛനും ബാക്കിയുള്ളവരും അവർ നിൽക്കുമ്പോൾ അവിടെ നിന്നാണ് ഞാൻ അവനെ വിളിച്ച് ചോദിച്ചത്, രമേശ് ഇവിടെ അന്ത് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഇവർ ആ സൈഡാണ് നിന്നിരുന്നത്. ഇപ്പോൾ ഈ ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ഏരിയയിലാണ് ഇവർ നിന്നിരുന്നത്. നടത്തിയിരുന്നു. അത് അപ്പം തന്നെ പരിശോധിച്ചു. ആ സ്ഥലം ഞങ്ങളുടെ കൂടെ വന്നവരെ എല്ലാവരും അവിടെയൊക്കെ ഇറങ്ങി പരിശോധിച്ചു. ഈ സ്ഥലത്തൊക്കെ ഓൾറെഡി പരിശോധിച്ചതാണ്. അപ്പോഴൊന്നും ഈ പറയുന്ന ബോഡി ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ഇതൊക്കെ ഇപ്പം എവിടെ നിന്ന് വന്നു എന്നാണ് ആൾക്കാരുടെ ചോദ്യം. അത് അവരുടെ ബന്ധുക്കൾ തന്നെ ചോദിക്കുന്നതാണ് ആ കുട്ടിയുടെ. അപ്പം ഈ ഒരു പെൺകുട്ടി ഒരുപക്ഷെ മേ ബി വേറെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അപായപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റത്തില്ല. അവിടെ വേറൊരു ഗ്യാങ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, അത് മലയാളികളല്ലായിരുന്നു എന്ന് പറയുന്നു. അമ്മാരെ എല്ലാവരും ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഈ ഒരു വിഷയത്തിൽ. ഈ ഒരു കാര്യമില്ലാതെ എങ്ങനെയാണ് പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? 5-6 മിനിറ്റ് വ്യത്യാസത്തിൽ ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ കാണാതാവുന്നു, 4 ദിവസം കഴിഞ്ഞ് ഇങ്ങനെ ബോഡി കിട്ടുമെന്നൊക്കെ പറയുമ്പം എങ്ങനെ കാല് തെറ്റി വീണു എന്നൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? അവിടെ ഇറങ്ങി ആ മഴ മുകളിലേക്ക് അത്യാവശ്യം ചെരുവുണ്ട്, ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അത്യാവശ്യം ചെരുവുണ്ട്. ചെരുവിലൊക്കെ ഇറങ്ങി തെരച്ചിൽ നടത്തി. പിറ്റേ ദിവസം പിന്നെ അതായത് ഇന്നലെയല്ല മിനിഞ്ഞാന്ന് രാവിലെ ഒരു പോലീസുകാരെ മയക്കിയപ്പോൾ ഞങ്ങളുടെ ടീം മൊത്തം ആ ഭാഗത്ത് ഇറങ്ങി പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കണ്ടെത്തുന്നതാണ് ദുരൂഹതയുണ്ടത്. പിന്നെ ബോഡിക്ക് പഴക്കമൊന്നുമില്ലെന്ന് പറയുന്നു, ഒന്നുമില്ലാത്ത മര്യാദ പറയുന്നു. ബോഡിക്ക് പഴക്കില്ല 4 ദിവസമായി. ഇപ്പൊ ഈ സ്ഥലം നിങ്ങളെ ബന്ധുക്കൾക്ക് ഞാൻ നേരിട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഞങ്ങളൊക്കെ ഇറങ്ങിയതാണ്. ഈ പെൺകുട്ടിയുടെ കസിൻ സിസ്റ്റർ പ്രതികരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതായത് ആ കുട്ടി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതായത് കാര്യം ഒരിക്കലും ഇങ്ങനെ സംഭവിക്കത്തില്ല. നമുക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഇതിനകത്ത് എന്തോ കാര്യമുണ്ട്. കാര്യം ആരും ഇല്ലാത്തൊരു ചെറിയൊരു ഗ്യാപ്പിൽ നിന്ന് ആ ഒരു പെൺകുട്ടി ഒറ്റയടിക്ക് കാണാതെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും സംശയിക്കേണ്ടതുണ്ട്. ഒന്നെങ്കിൽ അവിടെ നിൽക്കുന്ന വേറെ ഏതെങ്കിലും ബോധമില്ലാത്തവന്മാരൊക്കെ ഇന്നത്തെ കാലത്തുണ്ടല്ലോ, ഇവന്മാരാരെങ്കിലും ഒരു പക്ഷേ ഈ ഒരു പെൺകുട്ടിയെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം ഇങ്ങനൊരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടിയെ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. പല രീതിയിലും പല കാര്യങ്ങളും സംഭവിച്ചു കാണുമായിരിക്കും, നമുക്കറിയത്തില്ല. ഒന്നിനകത്തോട്ട് ഒരു ഉറപ്പില്ല. ഇനി ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞാലേ കുറച്ചുകൂടെ ക്ലാരിറ്റി വരത്തുള്ളൂ. ഒരുമിച്ചാണ് ഇറങ്ങി വന്നത്. എന്നിട്ട് ഈ 2 വഴിയായിട്ട് തിരിയുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ വരെ എങ്ങനെയായിരുന്നു? ഞാൻ അതിന് മുന്നേ കയറിപ്പോയി. തിരികെ കയറിപ്പോയി. എന്നിട്ട് ഫോട്ടോ എടുത്തു, സിംഗിൾ ഫോട്ടോ എടുത്തു. അതായിട്ട് തിരികെ വന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്നില്ല? ഇല്ല, അപ്പൊ അവളവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതാണ് അവസാന ശ്രീനന്ദയ്ക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി. അതായത് ഇല്ല, അത് കഴിഞ്ഞിട്ട് നമ്മള് നോക്കി, അത് കൂടെ ഒക്കെ നോക്കി. അവിടെ നോക്കിയോ? മോളെ കാണാണ്ടായപ്പോ നോക്കിയോ? അവിടെ ഒക്കെ നോക്കി, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ട് പോയപ്പോ മോളെ അടിയിലേക്ക് തന്നെ വന്നോ? എന്നിട്ട് അടിയിൽ കൂടെ ഒക്കെ നോക്കി, പക്ഷെ അടിയിലൊന്നും ഉണ്ടായിരുന്നില്ല അവള്. അല്ല, ഞങ്ങള് കുറച്ച് ഗേൾസ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാരും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കി. അപ്പോഴാണ് അപ്പൊ ആ ഫോട്ടോയില് നോക്കി കുറെ നേരം നോക്കി, ഇവളെ കണ്ടില്ല. ഇവളാണ് മനസ്സിലായി ഇവള് കാണാനില്ല എന്ന്. എന്നിട്ട് എല്ലാം പറഞ്ഞു. എന്നിട്ട് അപ്പൊ എല്ലാരും കൂടി നോക്കുക ചെയ്ത്. ഈ വഴി പോലീസ് നായ മണം പിടിച്ചു പോയത്, ടാക്സി ഒക്കെ പാർക്ക് ചെയ്യുന്ന 2 വഴി 2 സ്ഥലത്തേക്ക് അങ്ങോട്ട് മോള് പോകുന്ന ഈ കുട്ടി പോകുന്ന എങ്ങനെ കണ്ടിരുന്നു? ഇനി അഥവാ ഈ ഒരു കുട്ടി കാല് തെറ്റി വീണയാണെങ്കിൽ തന്നെ എന്തെങ്കിലും സൗണ്ടോ ഒച്ചയൊക്കെ കേൾക്കത്തില്ലേ, നിലവിളിയോ ഒക്കെ കേൾക്കത്തില്ലേ? ഇതൊന്നും ആരും കേട്ടിട്ടില്ലായിരുന്നു. പെൺകുട്ടിയെ വളരെ കോൺഫിഡൻറ്റോടെ പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു എന്ന്. ഞങ്ങൾ ജസ്റ്റ് മാറിയപ്പോഴാണ് കാണാതായെന്ന്. ഫോട്ടോ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോയപ്പോഴാണ് ഈ ഒരു പെൺകുട്ടി അന്വേഷിച്ചപ്പോഴത്തേക്ക് കാണാതായ ഒരു വിവരം എല്ലാവരെയും അറിയിക്കുന്നതെന്ന്. നിങ്ങൾ ആ ഒരു ഫോട്ടോ, നിങ്ങൾ സൈഡിൽ ആ വീഡിയോ ഒക്കെ കാണുന്നില്ലേ? കാണുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാമെന്നല്ല ഉള്ളൂ, ആ ഗ്യാപ്പിൽ നിന്നൊക്കെ എങ്ങനെയാണ്, ആ ഒരു ഫെൻസിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ എങ്ങനെയാണ് ആ ഒരു പെൺകുട്ടി അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ വരുന്നത്? ഇതും പ്രധാനമായിട്ട് എല്ലാ വാർത്താ ചാനലുകളും ഈ ഒരു ചോദ്യം ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും പിന്തുടരുകയോ അല്ലെങ്കിൽ തന്നെ അവിടെ അങ്ങനെ സംശയാസ്പദമായിട്ട് അറിയാലോ, പെൺകുട്ടികളൊക്കെ ഉള്ള സമയത്ത് വേറെ ആരെങ്കിലും അങ്ങനെ നിങ്ങളെ ശല്യപ്പെടുത്തുകയോ അങ്ങനെ ആരെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല, അങ്ങനെ ശ്രദ്ധിച്ചതൊന്നുമില്ല. ആര് ഫോളോ ചെയ്യണ പോലും തോന്നിയില്ല. നിങ്ങളെ കൂടാതെ ആ സമയത്ത് 5 പേരുണ്ടായിരുന്നു എന്നല്ലേ പറയുന്നത് ടീം? അത് കൂടാതെ വേറെ ആരൊക്കെയാ? ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ ടൂറിസ്റ്റുകളായിട്ട്? ഉണ്ടായിരുന്നു. ഇവര് മലയാളികളാണോ മറ്റു പരിചയം? ഇല്ല, ഒരു ടീം മലയാളികളായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്ന ഒരു സ്ഥലം, അതായത് ഓൾറെഡി വേറെ 2-3 ഗ്യാങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു.
അതിനകത്ത് ഒരു ഗ്യാങ് അങ്ങാണ്ട് മലയാളികളായിരുന്നു എന്നും പറയുന്നുണ്ട്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നോ ഇവരെല്ലാവരും ഈ ഒരു കാര്യത്തിന് ശരിക്കും പറഞ്ഞാൽ ഉത്തരവാദികളാണ്. ഒരു പ്രോപ്പറായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ എല്ലാവരുടെ ഭാഗത്തു നിന്നും കിട്ടാതെ ഈ ഒരു കേസ് ക്ലോസ് ചെയ്യരുത്. അത്രയേ ഉള്ളൂ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനായിട്ട്. ഇനി ഈ ഒരു വിഷയത്തിൽ ഈ പെൺകുട്ടിയുടെ അമ്മയും അച്ഛനൊക്കെ പ്രതികരിക്കുന്നുണ്ട്. അവരെല്ലാവരും തറപ്പിച്ച് പറയുവാണ് എൻ്റെ മകളെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലാതെ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കത്തില്ല എന്നൊക്കെ അവരെ ഉറച്ചു പറയുവാണ്. കാര്യം ആ സ്ഥലം നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ആ സ്ഥലം ഒന്ന് നിങ്ങൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കലും ഇങ്ങനെ സംഭവിക്കത്തില്ല. എന്തായാലും ശ്രീനന്ദയുടെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇതിൻ്റെ കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് താമസിക്കാതെ പുറത്ത് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ തന്നെയായിരിക്കും. എന്തായാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.